മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കെ സി വേണുഗോപാൽ. നിയമസഭാ കക്ഷിയിൽ പേര് വരികയും ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ പിന്മാറില്ല. MLA-മാരിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് നീക്കം. ഈ മാസം 10-ന് ശേഷമാകും UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. വിവരങ്ങളുമായി ശ്രീജിത്ത്, എന്തായാലും ഫ്രെയിൽ നിന്നും ആ മത്സരത്തിൽ നിന്നും പിന്മാറാൻ ഇല്ല എന്ന് കെ സി ക്യാമ്പ് പ്രഖ്യാപിക്കുകയാണോ? അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആകുമോ ശ്രീജിത്ത്? ഹാഷ്മി, മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ഉയർത്തിക്കാട്ടപ്പെടുന്ന പേരുകളിൽ കോൺഗ്രസിലെ പ്രധാനിയാണ് കെ സി വേണുഗോപാൽ. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലും കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളെന്ന നിലയിലും കെ സിയുടെ പേര് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ മത്സരത്തിലേക്ക് കെ സി വരുമോ, വ്യക്തിപരമായി അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളും വളരെ സജീവമായിരുന്നു. എന്നാൽ അത്തരം ചർച്ചകൾക്കും അത്തരം സംശയങ്ങൾക്കും അറുതി വരുത്തുകയാണ് കെ സി ക്യാമ്പ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പാർലമെന്ററി പാർട്ടിയിൽ കെ സി വേണുഗോപാലിന് ഭൂരിപക്ഷം ലഭിച്ചാൽ അദ്ദേഹം ആ ഒരു അവകാശവാദത്തിൽ നിന്ന് പിന്മാറില്ല. മറിച്ച് ഹൈക്കമാൻഡിന്റെ താല്പര്യത്തോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായേക്കുമെന്നാണ് കെ സി ക്യാമ്പ് നൽകുന്ന സൂചന. അതായത് കെ സി വേണുഗോപാൽ ഹാഷ്മി സൂചിപ്പിച്ച ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരുന്നു. അതിന് ഏറ്റവും നിർണായകമായ ഘടകമായി മാറേണ്ടത് പാർലമെന്ററി പാർട്ടിയിൽ ആർക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. നിലവിൽ കോൺഗ്രസിന് 63 MLA-മാരുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ 63 MLA-മാരിൽ ആർക്കാണ്? VD സതീശനാണോ, രമേശ് ചെന്നിത്തലയ്ക്കാണോ, കെ സി വേണുഗോപാലിനാണോ? MLA-മാരിൽ ഭൂരിപക്ഷം പേരുടെയും പിന്തുണ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം. അങ്ങനെ വരുമ്പോൾ കെ സിക്ക് ഒരു മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു അനുകൂലമായ സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നത്, നീക്കം നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.